ഓ ഇതാണോ? അതൊന്നും ചെയ്യില്ല. ഇയാളൊന്ന് പേടിക്കാതിരിക്കെ. എന്താ അനങ്ങല്ലേ? അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇയാള് ഫ്രീ ആയിട്ടോ. നിങ്ങൾ ആരാ? നിങ്ങൾ എന്താ ഇവിടെ? എന്റെ പേര് സ്വപ്ന, ബൊട്ടാനിക്കൽ സ്റ്റുഡന്റ് ആണ്. ബോട്ടണി റിസർച്ചിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഇവിടെ അടുത്ത ആന്റി താമസിക്കുന്നത്, അവിടെ കൂടെ ഞാനും. ഓ നിങ്ങൾ ഇവിടെ തന്നെയാണോ? 10th കഴിഞ്ഞ ഉടനെ എനിക്ക് ഫ്രീ സീറ്റ് കിട്ടിയതുകൊണ്ട് ഇന്റർ കോഴ്സ് ഞാൻ ഹൈദരാബാദിലാണ് ചെയ്തത്. ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ. അത് ബൈ ദ വേ ഐ എം സൂര്യ. ഹായ്. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാൻ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി റിസർച്ച് ചെയ്തോണ്ടിരിക്കും. ഓ ഞാനൊരു ചെറിയ ഡൗട്ട് വെച്ചോട്ടെ? ചോദിക്കേ. ശരിക്കും പ്രേതമൊക്കെ ഉള്ളതാണോ? പ്രേതം ഉണ്ടോന്ന് ഞാനും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആ ടോപ്പിക് ഇപ്പൊ സംസാരിക്കണ്ട, എനിക്ക് നല്ല പേടിയാ. അത് ശരി. നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടിയൊക്കെ ഇപ്പൊ കിട്ടിയോ? ഇവിടുന്ന് കുറച്ച് വെറൈറ്റീസേ കിട്ടിയിട്ടുള്ളൂ. കുറച്ചും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനിപ്പോ ലൈബ്രറിയിലേക്കാ പോകുന്നത്. അവിടെ പലതരത്തിലുള്ള ചെടികളുണ്ട്. ഞാൻ വൈകുന്നേരം 7 മണിക്ക് തിരിച്ചു വരുമ്പോ വീട്ടിലൂടെ ചെടികൾ കൊണ്ടുവരാം. റിയലി? താങ്ക് യു. ആ ചെടികൾ കൊണ്ടുവരുമ്പം അതിന്റെ കൂടെ വെട്ടിലിനെ കൊണ്ടുവരട്ടെ? എന്താ സൂര്യ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കുന്നത്? വെറുതെ ഒന്ന് പോകുന്നുണ്ടോ? ഇവനും തന്നെ കണ്ടപ്പോ ഓടിക്കളഞ്ഞത്. എന്താ ചേട്ടായി ഷൂട്ടിംഗാ? വെങ്കട്ടെ ആ മതിലിടിച്ച് കളയണ്ട, ഇങ്ങോട്ടൊന്ന് നോക്ക്. ഞാൻ പറഞ്ഞാലടാ പ്രസാദ് എന്ന് പേര് മാറ്റിന്ന്. വെങ്കട്ടല്ല, കോൾ മീ പ്രേ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചിരുന്ന സമയത്ത് നിനക്കറിയാലോ. എടാ മണ്ടാ എന്നായിരുന്നു ഞാൻ വിളിക്കുന്നത്. നീ സിനിമയിൽ കയറി എവിടെയോ പോയതിനു ശേഷം വെങ്കട്ട് സാറേ എന്ത് ചെയ്യുവാന്നല്ലേ ചോദിച്ചത്. പിന്നെന്താ? ഊതിയത് മതി, താൻ വന്ന കാര്യം പറ. വേറൊന്നുമല്ല, ഇതിനു മുമ്പ് നിന്നെ കണ്ട് ചോദിച്ചപ്പോ നീ ഏതോ ഹീറോയിനോട് ആംഗ്ലയായിട്ട് അഭിനയിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് നേരിട്ട് കാണാമെന്ന് കരുതി 3 പ്രാവശ്യം ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ പോയി കണ്ടു. എന്നിട്ട് ഒരു തവണ പോലും നിന്നെ കണ്ടില്ല. ആയിരിക്കട്ടെ, ആള് കേറാത്ത പടത്തിന് ബ്ലാക്കിൽ എന്തിനാ ടിക്കറ്റ് വാങ്ങി? അതെനിക്കറിയില്ലല്ലോ. ഓ ഐ ലൈക്ക് ഇറ്റ്. ആ പടത്തില് തന്റെ അനിയത്തി പല ആളുകളാൽ വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ ഡിപ്രഷൻ തലയ്ക്ക് പിടിച്ച് ആത്മഹത്യ ചെയ്തു, അറിയാവോ? ആ പടത്തില് എന്റെ നവരസം കണ്ടിട്ട് ഓഡിയൻസ് ഇടിവെട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, അറിയോ? നിന്റെ നവരസം ഞാൻ എവിടെയെങ്കിലും കണ്ടില്ലടാവേ. തൂങ്ങി കിടക്കുന്ന 2 കാല് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ എന്റെ കാല് മാത്രമേ കാണൂ, സെക്കൻഡ് പാർട്ട് കാണേ മുഴുനീള കഥാപാത്രമാ. ഇതെന്റെ നാഴികക്കല്ലായിരിക്കും. ആ കല്ല് ഒരുപാട് കിട്ടിയായിരുന്നെങ്കിൽ നിനക്ക് വീട് പണിയായിരുന്നല്ലേ? എന്നാ ഞാൻ നിന്നോട് രഹസ്യം പറയാം. ആരോടും പറയില്ലട്ടാ. ഇല്ലല്ലേ, പറഞ്ഞു. എന്നെ റെക്കമെൻഡ് ചെയ്തത് ഹീറോയിനാ. യെസ്, കഥ കേട്ടിട്ട് നായക വേഷം ചെയ്യാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു. ഞാൻ അഭിനയിച്ചു. കട്ട് പറഞ്ഞുടനെ എല്ലാവരും കഴിച്ചു. എന്റെ പെർഫോമൻസ് അത്ര ഗംഭീരമായിരുന്നു. നേരത്തെ ഫിക്സ് ചെയ്തിരുന്ന ഹീറോയുടെ മുഖം പാടിപ്പോയി. പാവം ജീവിച്ചു പോട്ടെ എന്ന് കരുതി ഞാൻ പിന്മാറി. അസൂയമൂത്ത ഹീറോ ഡയറക്ടറോട് പറഞ്ഞ് എന്റെ സീനുകൾ കട്ട് ചെയ്ത് കാല് വരെ എത്തി. അങ്ങനെ കാലഭിനയിച്ചു. അവനാരായിരുന്നാലും നല്ല പണിയാ തന്നെ. അല്ല, രാജമൗലി നിന്റെ വലിയ ദോസ്താണ്. ബാഹുബലിയിൽ എന്തോ റണ്ണിങ് ക്യാരക്ടർ നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി ആ സിനിമ 5 പ്രാവശ്യം ഞാൻ കണ്ടു. എന്നിട്ടും നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. നീ നേരം വണ്ണം കണ്ടു കാണില്ല. കേറിയതും കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ കാണാനാ? ഒരു ഭാഗത്ത് പ്രഭാസ്, മറുഭാഗത്ത് നാസർ. ഫൈറ്റ് കണ്ടായിരുന്നു. അത് ഞാനെങ്ങനെ അറിയാം? ഫൈറ്റില് 3ാമത്തെ വരി നിന്ന് ഫൈറ്റ് ചെയ്തത് ഞാനാ. റണ്ണിങ് ക്യാരക്ടർ. ഡയറക്ടർ പറഞ്ഞു എനിക്ക് ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്, അടുത്ത പടത്തിൽ നല്ല റോള് തരാന്ന് പറഞ്ഞു. അപ്പൊ കുതിരപ്പുറത്ത് പോകുന്ന ഒരു സേനാധിപനായിട്ടാണ്. പിന്നെ നീ റണ്ണിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞു വാളും പിടിച്ചോണ്ട് ഓടിയില്ലേ? അതല്ലേ റണ്ണിങ് ക്യാരക്ടർ. റണ്ണിങ് ക്യാരക്ടർ അല്ലേ? ജസ്റ്റ് മിനിറ്റ്. ഹലോ, പറഞ്ഞോ ഗുരു. എന്താ ശവം വല്ലതും വന്നോ? വരൂ, ഓർഡറേ വരാം. നമുക്ക് പിന്നെ സംസാരിക്കാം. പെരിച്ചാഴി, നിനക്കൊന്നും എന്റെ വില അറിയാഞ്ഞിട്ടാ. സമയം എന്താ ഇത്ര മെല്ലെ പോകുന്നേ? 7 മണിക്ക് എനിക്ക് സ്വപ്നയിൽ പോയി കാണാനുള്ളതാ.